സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു സമരമല്ല ഉള്ളത്, വിവിധ സമരങ്ങൾ നടക്കുന്നുണ്ട്. നിരാഹാരമനുഷ്ഠിക്കുന്ന വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന 15 ദിവസം നിർണായകമാണ്. ഏപ്രിൽ 19-ന് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാനിരിക്കെ കനിവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. അതേസമയം നിരാഹാരമിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട്. വീണ്ടും പ്രശാന്ത് തന്നെ ചേരുന്നു. പ്രശാന്ത്, 4 വരി വായിക്കുന്ന സമയത്ത് ആശമാരുടെ അടുത്ത് നിന്ന് ഈ നിരാഹാരമനുഷ്ഠിക്കുന്നവരുടെ അടുത്തേക്ക് എത്താനാകുന്നു. അതുതന്നെയാണ് സർക്കാർ എത്രത്തോളം അടിസ്ഥാന വിഭാഗങ്ങൾക്കൊപ്പം എന്നതിൻ്റെ പൂർണ്ണമായ ബോധ്യം എല്ലാവരിലും ഉണ്ടാകുന്നതും. നോക്കൂ, ഇവിടെ വലിയൊരു നിരാശയിലാണ്, ആശങ്കയിലാണ് വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ. 15 ദിവസത്തിനപ്പുറം റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുകയാണ്. അവരെന്താണ് പറയുന്നത്? കൃഷ്ണരാജ്, ഒരു അന്തിമ പ്രതീക്ഷ എന്ന നിലയിലാണ് ഇപ്പോൾ ഇവിടെയും സമരവുമായിട്ട് ഈ ഉദ്യോഗാർത്ഥികൾ, വുമൺ പോലീസിൻ്റെ CPO ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ വരുന്ന ഏപ്രിൽ 19-ാം തീയതി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും. ആ അവസാനിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു നിരാഹാര സമരവുമായി ഇവർ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ടായത്. എപ്പോഴും ഈ സമരം തുടരുന്ന സാഹചര്യമാണ്, നിരാഹാര സമരമാണ്. ഇതിപ്പോൾ 5-ാം ദിവസത്തിലേക്കാണ് നിരാഹാര സമരം കടക്കുന്നത്. ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും ഈ സമരം തുടരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഇവിടെയും ഉണ്ടാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം നമുക്കറിയാം, ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വനിതകളുടെ പേരിലാണ് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത്. അധികാരത്തിൽ വന്നതിന് ശേഷം ഈ CPO റാങ്ക് ലിസ്റ്റ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതോടെ 15% ഈ വനിതാ സംവരണം ഉയർത്തുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സർക്കാർ അധികാരത്തിൽ വരുന്നത്. എന്നാൽ അത്തരത്തിലൊരു സമീപനങ്ങളും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് സ്വീകരിച്ചതേയില്ല. അത് മാത്രമല്ല, 9 പോലീസുകാർക്ക് അല്ലെങ്കിൽ 9 പുരുഷ പോലീസുകാർക്ക് ഒരു വനിതാ പോലീസ് എന്ന നിലയിലായിരുന്നു എങ്കിൽ അതുപോലും ഇപ്പോൾ സാധിക്കാത്ത നിലയിലാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പുരുഷ പോലീസിൻ്റെ നിയമനം നടക്കാതെ പോയത്. അതോടുകൂടി തന്നെ വനിതാ പോലീസിൻ്റെ നിയമനവും നടക്കാതെ പോകുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ പല വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടായിരുന്നു സർക്കാർ അധികാരത്തിൽ വന്നത്. ഇപ്പോൾ ഈ വനിതകളുടെ പേരിലാണ് ഈ പിണറായി സർക്കാർ ആദ്യം അധികാരത്തിൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 15% സംവരണം ചെയ്തുകൊണ്ട് ഉയർത്തും എന്നൊരു വാഗ്ദാനം നൽകിയിരുന്നു. ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഇനിയുള്ളത് വരും ദിവസങ്ങൾ മാത്രമാണ്, തുച്ഛമായ ദിവസം 14 ദിവസം മാത്രമാണുള്ളത്. എങ്ങനെയാണ് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്, നിരാഹാര സമരവുമായി മുന്നോട്ട് പോകുന്നത്? എത്രത്തോളം ഉണ്ട് നിങ്ങളുടെ പ്രതീക്ഷ? ഇപ്പോൾ 4-ാമത്തെ ദിവസമാണ് നിരാഹാരം. സംസാരിക്കാനൊന്നും വയ്യ. ഒരു ചെറിയ മുന്നിലൊരു പ്രതീക്ഷ ഉണ്ട് എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഇപ്പോഴും രാത്രിയും പകലൊക്കെ ഇവിടെ തന്നെയാണ്. സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. 5-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിരാഹാര സമരം. അപ്പോൾ സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഈ സമരത്തിലേക്ക് ആരെങ്കിലും ആരോഗ്യ പ്രവർത്തകർ ആരെങ്കിലും വന്നിരുന്നോ നിങ്ങളെ നോക്കുവാനും, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുവാനായിട്ട് ആരെങ്കിലും എത്തിയിരുന്നോ? ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ആരോഗ്യസ്ഥിതി, ഇവരുടെ ആരോഗ്യസ്ഥിതി നോക്കാൻ വേണ്ടി ആരും വന്നിട്ടില്ല. നമ്മൾ ഇന്നലെ പ്രൈവറ്റായിട്ട് കെയർ ആൻഡ് കെയറിൽ കോൺടാക്ട് ചെയ്തിട്ട് അവർ വന്നിട്ട് ചെക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഇവരുടെ BP ഷുഗർ ലെവലൊക്കെ താഴ്ന്നിട്ടുണ്ട്. 4-ാമത്തെ ദിവസമാണ് നിരാഹാരം. നമ്മളിവിടെ ഫുൾ രാപ്പകൽ സമരമാണ്, ഫുൾ ഡേ ഇവിടെ. ഇന്നലെ മഴയത്തും ആ തണുപ്പത്തും എല്ലാം നമ്മളിവിടെ തന്നെയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്തിരുന്നു. ആ മഴയത്തും ഇവിടെ സമരമുഖത്ത് തന്നെയാണല്ലേ? ആണ്. ഇവിടുന്ന് നമ്മൾ മാറിയിട്ടില്ല. ഈ മഴയത്ത് തന്നെയാണ് നമ്മൾ. ഇന്നലെ കിടക്കാനും ഒന്നും പറ്റാണ്ട് നമ്മൾ ഈ മഴയത്ത് തന്നെയായിരുന്നു. ഇനി വരും 19-ാം തീയതിയാണ്, ഈ മാസം 19-ാം തീയതിയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി തുച്ഛമായ ദിവസം മാത്രമേ ഉള്ളൂ. ഈ ദിവസത്തിനുള്ളിൽ എത്രത്തോളമാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്? സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. കൃഷ്ണരാജ്, അത് തന്നെയാണ് വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന 15 ദിവസം നിർണായകമാണ്. ശരി, ഈ പോസ്റ്റിലേക്ക്, ഈ തസ്തികയിലേക്ക് ഒഴിവുകൾ നിരവധി ഉണ്ടായിട്ടാണോ ഇവരെ പരിഗണിക്കാത്തത്? ഒന്ന് ചോദിക്കാമോ? അതായത് ഈ തസ്തികയിലേക്ക് ഒഴിവുകൾ എത്രത്തോളമാണുള്ളത്? ആ നിരവധി ഒഴിവുകളുണ്ടോ? അതെങ്ങനെയാണ് അത് വെച്ചുകൊണ്ടാണോ നിങ്ങളെ പരിഗണിക്കാത്തത്? അതോ അതിൻ്റെ ഒരു കണക്കുകളൊന്ന് വ്യക്തമാക്കാൻ കഴിയുമോ? ഒഴിവുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. 14 ജില്ലകളിലായിട്ട് നമ്മൾ സ്റ്റേഷൻ വൈസ് വനിതകളുടെ അംഗബലം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് RTI വെച്ചിട്ടുണ്ടായിരുന്നു. RTI പ്രകാരം 570ഓളം വേക്കൻസികൾ ഉണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷെ നമ്മളത് സർക്കാരിൻ്റെ ഭാഗത്ത് അതെല്ലാം കൊണ്ട് കാണിച്ചിട്ടുള്ളതാണ്.
അവർ എന്താ നമുക്ക് അനുകൂലമായിട്ട് വേക്കൻസികൾ നൽകാമെന്ന് പറഞ്ഞതാണ്. ഇത്രയും ദിവസമായിട്ട് നമുക്കൊന്നും നൽകാതിരുന്ന് നമ്മളെല്ലാവരും ചോദിക്കുക എന്തുകൊണ്ട് നിങ്ങൾ ലേറ്റായി എന്ന് ചോദിക്കും. ഇത്രയും നാൾ നമ്മൾ സർക്കാരിനെ വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് നമ്മൾ ലേറ്റായത്. അപ്പോൾ ഇത്രയും അവസാന നിമിഷം വരെ നമുക്ക് സൈറ്റിൽ വേക്കൻസി വരാത്തത് കൊണ്ടാണ് നമ്മൾ ഏപ്രിൽ 2-ാം തീയതി. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വേറെ നോട്ടിഫിക്കേഷൻ വിളിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 നോട്ടിഫിക്കേഷൻ, അതായത് നമ്മുടെ 2022 ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. 2023 ജൂലൈ 7 എക്സാം. അതുപോലെ 2023 അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2024 ജനുവരിയിൽ നമ്മുടെ ഫിസിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്നിട്ട് 2025 അപ്പോൾ 3.5 വർഷമായിട്ട് നമ്മൾ പൂർത്തിയാക്കാതെ മറ്റ് 2 നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ ഈ വേക്കൻസി ഇല്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സർക്കാർ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നീട് ഈ 2 നോട്ടിഫിക്കേഷൻ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഒഴിവ് പൂർത്തിയാക്കാതെ മറ്റ് 2 നോട്ടിഫിക്കേഷനിൽ വിളിച്ചുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അറിയില്ല. നമ്മളത് ചോദിക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് അത് PSC അല്ലേ നോട്ടിഫിക്കേഷൻ ഇടുന്നത്, നമ്മൾ അതായിട്ട് ബന്ധമില്ലാന്ന്. പക്ഷേ എല്ലാ വർഷവും ഈ വന്ന 2 നോട്ടിഫിക്കേഷൻ, ഇപ്പം വന്ന 2023 നോട്ടിഫിക്കേഷൻ പ്രകാരം എക്സാമും കഴിഞ്ഞ് ഫിസിക്കലും കഴിഞ്ഞ് ഇനി നമ്മുടെ ലിസ്റ്റ് തീരുന്നതിൻ്റെ പുറകിൽ ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അതുകൂടാതെ അതിൻ്റെ തൊട്ട് പറയും 2024 ഡിസംബർ അടുത്ത നോട്ടിഫിക്കേഷനും വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ എന്താ തൊട്ടടുത്ത 2 നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിനും കൊടുക്കാൻ വേക്കൻസി ഉണ്ടോ? ഇങ്ങനെ ലിസ്റ്റുകൾ ഇട്ടിട്ട് നമ്മൾ ഈ മറ്റുള്ള പരീക്ഷകളെ പോലെ എക്സാം എഴുതിയിട്ട് മറ്റു പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂല. കാരണം മാസങ്ങളോളം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു ഞങ്ങളുടേത്. വുമൺ സിവിൽ പോലീസ് ഓഫീസറിന് എപ്പോഴും 45 ആ ഒരു റേഞ്ചായിരുന്നു. നമ്മുടെ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു. അപ്പോൾ ലിസ്റ്റിൽ ആളെ ചുരുക്കിക്കൊണ്ട് മാക്സിമം ആളുകൾക്ക് നിയമനം എന്നതായിരുന്നു അന്നത്തെ ഒരു വാദം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പം എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നു. മാസങ്ങളോളം ഫിസിക്കൽ ഗ്രൗണ്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നിയമനം കാത്ത് ഇത്രയും നാൾ എല്ലാ വാതിലുകളും മുട്ടിയിട്ടുണ്ട്. നമ്മൾ മാക്സിമം അവരിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ഇത്രയും നാൾ ഇരുന്നത്. ഇനി നമുക്ക് 15 ദിവസം ചുരുങ്ങിയതുണ്ട്. ഈ റാങ്ക് ലിസ്റ്റിൽ നിയമനം നടന്നില്ലെങ്കിൽ അങ്ങനെ പിന്നീട് അപേക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ളവരും ധാരാളം ഇല്ലേ? ഓഫ് കോഴ്സ്. കാരണം ഈ സേനയിലെ പ്രതിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനറൽ കാറ്റഗറിക്ക് 26 വയസ്സാണ് മാനദണ്ഡം പ്രായം. അതുപോലെ മറ്റുള്ളത് ഈ ലിസ്റ്റിലുള്ള മിക്കവാറും എല്ലാ ജനറൽ കാറ്റഗറി ഏജ് ഓവറായതാണ്. അതുകൂടെ മുസ്ലിംസ്, LC എല്ലാവരും ഏജ് ഓവറായവരാണ്. ഇനി അടുത്തൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനോ പറ്റൂല, എഴുതാനൊക്കില്ല സേനയിലുള്ളത്. കാരണം പലരുടെ ആഗ്രഹം കാക്കി തന്നെയാണ് സ്വപ്നം. അതുകൊണ്ടാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി ഇവിടെ നിരാഹാര സമരവും രാപ്പകൽ സമരവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യെസ്, എന്തൊരു കഷ്ടമാണ്. പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നവർക്ക് ജോലി ഉറപ്പിക്കാനാവാത്ത അവസ്ഥ. വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന 15 ദിവസം വളരെ നിർണായകമാണ്. കാരണം ഏപ്രിൽ 19 അവരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുകയാണ്. അതിന് പിന്നാലെ വേറെ നോട്ടിഫിക്കേഷനും പട്ടികയും ഒക്കെ ഉണ്ട് എന്നുകൂടി ഓർക്കണം. എന്തിനാണ് ഒഴിവില്ലെങ്കിൽ ഇവരെയൊക്കെ നിയമിക്കാനല്ലെങ്കിൽ പിന്നെ പരീക്ഷ എഴുതിക്കുന്നത്, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് മോഹം കൊടുക്കുന്നത് സർക്കാരെ എന്നൊരു ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അവർക്കൊപ്പം, അവരുടെ ആശങ്കകൾക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്.